ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടിടുന്ന ലോങ് വീഡിയോ ആണിത്. ഇതിന് മുന്നേ എല്ലാം ഷോർട്സ് ആയിരുന്നു. ഇന്ന് ആദ്യമായി ലോങ് വീഡിയോ ഇടുകയാണ്. എൻ്റെ പൂന്തോട്ടം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അധികം ചെടികളൊന്നുമില്ല, എന്നാലും കുറച്ച് ഉണ്ട് താനും. ചെടികളൊക്കെ ഇഷ്ടമായിരുന്നെങ്കിലും വളരെ അടുത്താണ് ഞാൻ ഗാർഡനിങ് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഓരോരുത്തർക്കും ചെടികളെക്കുറിച്ച് ഓരോരോ താല്പര്യങ്ങളായിരിക്കും. ചിലർക്ക് പൂക്കളുള്ള ചെടികളാണ് ഇഷ്ടം, ചിലർക്ക് ഇലച്ചെടികളാണ് ഇഷ്ടം, ചിലർക്ക് കുറ്റിച്ചെടികളാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. എനിക്കിഷ്ടം കൂടുതലും ഇലച്ചെടികളോടാണ്. ഇലച്ചെടികളിൽ തന്നെ കളർ ഇലകൾ ചെടികളോടാണ് ഇഷ്ടം. പൂക്കളുള്ളവ ഇഷ്ടമാണ്, അവയും ഉണ്ട് എൻ്റെ പൂന്തോട്ടത്തിൽ. പക്ഷേ അത് വളരെ കുറച്ചാണ്. ഈ പൂക്കളിടുന്നവയിൽ ബുഷിയായിട്ട് നിൽക്കുന്ന ചെടികൾ ഇഷ്ടമാണ്. ഇപ്പോൾ കടലാസ് ചെടി ഉണ്ടല്ലോ, കടലാസ് ചെടി നല്ല ഭംഗിയാണ് പൂവുള്ള സമയത്ത്. പക്ഷെ പൂവില്ലാത്ത സമയത്ത് മഴക്കാലത്തൊക്കെ അതിങ്ങനെ ചുള്ളിക്കമ്പ് പോലെ നിൽക്കുന്ന കാണുമ്പം എനിക്കിഷ്ടമല്ല. മഴക്കാലത്തും നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ അറിയാലോ, കൂടുതലും മഴക്കാലമാണ്. അപ്പോൾ ആ സമയത്തും ചെടി ഇങ്ങനെ ബുഷിയായിട്ട് നിറഞ്ഞ് ചെടി നിറഞ്ഞ് പൂന്തോട്ടം ഇങ്ങനെ നിറഞ്ഞ് കാണണം. അതാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള ചെടികളാണ് കൂടുതലും വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ മറ്റൊരു ഇഷ്ടം എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി ചെടികൾ എനിക്കിഷ്ടമല്ല. ഉള്ള ചെടികൾ തന്നെ കുറച്ച് അധികം ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഗാർഡനിങ് തുടങ്ങിയിരിക്കുന്നത്. അതായത് ഒരു ചെടി തന്നെ ഒരു 5 or 6 ചട്ടികളിൽ നടണം, അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ, 1 വർഷം പോലും ആയിട്ടില്ല. ഈ കഴിഞ്ഞ മഴക്കാലത്തിന് ശേഷം സെപ്റ്റംബർ ഒക്ടോബറോടുകൂടിയാണ് ഞാൻ ചെടിയൊക്കെ നടാൻ തുടങ്ങിയത്. ഇനി ഇവയൊക്കെ ഉഷാറായി വരുമ്പോൾ ഇവയെ തന്നെ വീണ്ടും പൊട്ടിച്ച് വേറെ ചെടികളോട്ട് ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടണമെന്നാണ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്. പുതിയ കുറേ ചെടികൾ കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അതേപോലെ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ നോക്കാറുണ്ടെങ്കിലും ഉള്ള ചെടികൾ തന്നെ മാറ്റി മാറ്റി നടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗാർഡനിങ്ങിനെ കുറിച്ചുള്ള എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ. പിന്നെ അതേപോലെ വളമൊക്കെ ഞാൻ ഒന്നും കൃത്യമായിട്ട് അങ്ങനെയൊന്നുമില്ലേ. എപ്പോഴും നമുക്കാണെങ്കിലും ഒരേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും മടുക്കൂലേ. അതേപോലെ ഞാൻ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഓരോ വളങ്ങളാണ് ട്രൈ ചെയ്യുന്നത്. മറ്റൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, DAP കൊടുത്തിട്ടുണ്ടായിരുന്നു. DAPക്ക് ശേഷം ഒരു പൊടി വെള്ളത്തിൽ ലഭിച്ചിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ആ കവർ തീർന്നു കഴിയുമ്പം വേറെ എന്തെങ്കിലും വളം വാങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം വേറെ വേറെ വളങ്ങളാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ്. കുറച്ച് നാളായിട്ടുള്ളൂ, പക്ഷേ എനിക്ക് നിറയെ പൂവുകളുണ്ട്. പൂവില്ലെങ്കിൽ തന്നെ ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ ഈ ചെടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കളർ ഇലകളാണ്, നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യും. മഴത്തും വെയിലത്തും നല്ല അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ അത്തരത്തിലുള്ള കുറേ ചെടികളാണ് എൻ്റെ മനസ്സിലുള്ള പ്ലാന്. എൻ്റെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയും വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചെടികളും പൂക്കളും ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. ഇതെൻ്റെ ചെടിത്തോട്ടത്തിലെ മറ്റൊരു ഇഷ്ടപ്പെട്ട ഏരിയ ആണ്. ചെറിയൊരു ആമ്പലും, ഇതെന്തോ ഒരു വാട്ടർ പ്ലാന്റ് ആണത്, നട്ടിട്ടുണ്ട്. ഇതിൽ പൂവൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നാളായിട്ടുള്ളൂ, എല്ലാം നട്ട് ബുഷിയായിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. ഒരു ഫേൺ എൻ്റെ ഇടയ്ക്ക് ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ, കണ്ടോ. അതിൻ്റെ കൂടെ ഒരു ചീര മുളച്ച് വന്നിട്ടുണ്ട്, ഞാൻ പറിച്ച് കളഞ്ഞില്ല, അതൊക്കെ മാറ്റി നടണം. അതിൻ്റെ കൂടെ റംബൂട്ടാൻ തൈ ഉണ്ട്, മാറ്റി നടണം. കുറേ പണികളുണ്ട്. ചെടിത്തോട്ടം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ പണി ഉണ്ടാവും. ഇത് കണ്ടോ, ഒരേ ചെടിയാണേ, ഒന്ന് വെയിലത്ത് നിന്നതും ഒന്ന് തണലത്ത് നിന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അടുപ്പിച്ച് വെച്ചാണ്. പക്ഷേ കളർ മാറ്റം കണ്ടോ, വെയിൽ കൊള്ളുന്നതിന് നല്ല കളറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെടിത്തോട്ടത്തിലെ വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.